ഒരു റൈസ് ഉണ്ടാക്കും ഞാൻ ഇത്ര ടേസ്റ്റ് ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾക്ക് ഞാൻ അത്ര ഉറപ്പ് തരാം. എന്തായാലും ഇത് ട്രൈ ആക്കിയിട്ട് നോക്കിക്കോ. ഫസ്റ്റ് ഇത്ര സാധനമൊന്നുമില്ല, വറുത്തെടുക്കണം, വറുത്തിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ കുറച്ച് സാധനം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, കുറച്ച് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. എൻ്റെ ഒരു മിക്സിക്ക് വെള്ളുള്ളിയും ഒരു 2 ഉള്ളിയും ഒരു 3 തക്കാളിയും ഇട്ടിട്ട് അടിച്ചിട്ടെടുക്കുക. എൻ്റെ ഒരു പാത്രത്തിലേക്ക് ബട്ടറും എണ്ണവും പിന്നെ നേരത്തെ ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എന്നിട്ട് ഏറ്റില്ല നേരത്തെ പേസ്റ്റ് ഇല്ല അതൊന്നും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ 3 തക്കാളിയും കൂടി, ഇതിലേക്ക് തക്കാളിയാണ് മെയിൻ വേണ്ടത്. പിന്നെ ഞാൻ ഇട്ടത് എന്താ പറയുക, 2 മാഗി ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കൈറ്റ് വെച്ച് കോയി. എന്നിട്ട് ഞാൻ ഇട്ടത് എന്തത് പുളിയില്ലാത്ത തൈരാണ്. എന്നിട്ട് അതിനെ മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ നേരത്തെ വറുത്തിട്ട് പൊടിക്കണമെന്ന് പറഞ്ഞ സാധനമില്ല, അത് അതിൻ്റെ പൊടിയില്ലേ അതൊന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം ഒരു 2 സ്പൂൺ മല്ലിപ്പൊടിയും 2 സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നതാണ് ഞാൻ. എന്നിട്ട് ഇതിനെ മിക്സ് ആക്കിയതിന് ശേഷം ഒരു 4 പച്ചമുളക് ഇടിയോട് ഇട്ട് കൊടുത്തു. ഇത് ബസ്മതി റൈസ് ഞാൻ 1 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചത്. എന്നിട്ട് അതിനെ ഊറ്റിയിട്ട് അതിലേക്ക് അരി ഇട്ട് കൊടുത്തതിന് ശേഷം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനെ പാങ്ങലൊന്ന് തിളപ്പിക്കുക. അപ്പോൾ ഉപ്പ് തേഞ്ഞിട്ടെങ്കിൽ നിങ്ങൾ ഒന്ന് നോക്കിക്കോ. എന്നിട്ട് ഇതിനെ തിളപ്പിച്ചിട്ട് എടുത്തെങ്കിൽ മോനേതാ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ ആസാന്നുണ്ടാവില്ലേ. അപ്പോൾ നിങ്ങൾ ഇത് ട്രൈ ആക്കിയിട്ടെങ്കിൽ മസ്റ്റ് എന്തായാലും ഞാൻ ട്രൈ ആക്കണം ചെല്ലവ, അത്രയ്ക്ക് പാങ്ങുണ്ട്.